കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 ആവേശ തുടക്കമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിലെ ജേതാക്കളായിട്ടുള്ള ഏരീസ് കൊല്ലം സെയിലേഴ്സ് അത്യന്തം ആവേശം നിറഞ്ഞ നാടകീയമായ ഒരു വിജയമാണ് നിലവിലെ ഫൈനലിസ്റ്റുകളായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ നേടിയിട്ടുള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കൊല്ലത്തിന്റെ ജയം സമ്മാനിച്ചത് ബൌളർമാരാണ്. അതിനകത്ത് ആദ്യം ടോസ് കിട്ടിയ കൊല്ലം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ കാലിക്കറ്റിന് 4 വിക്കറ്റ് വീഴ്ത്തിയ ഷറഫും ഉണ്ട്. എന്നാൽ അതിനിപ്പുറത്തേക്ക് അവസാന ബോളിൽ കൊല്ലത്തിന് ആവേശജയം ഒരു സിക്സർ അടിപ്പിച്ച് വിജയം സമ്മാനിച്ചത് ബിജു നാരായണനാണ്. അപ്പോൾ കൊല്ലത്തിന്റെ ഈ ഒരു വിജയം ബൗളർമാർക്കാണ് അവകാശപ്പെട്ടത്. അപ്പോൾ ആദ്യം ബിജു അത്രയും കോൺഫിഡന്റ് ആയിരുന്നു ബാറ്റിംഗിൽ. അതെ, അങ്ങനെയാണ് സമ്മർദ്ദത്തെ അതിജീവിച്ചത്. ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ഞാൻ മുമ്പ് ടെന്നീസ് ബോളിൽ ഇതുപോലെ സിറ്റുവേഷൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രില്ല്, കളി ജയിക്കണം. നമ്മളെ ഇവിടുന്ന് പോയപ്പോഴും എനിക്കുള്ള മെസ്സേജ് അതായിരുന്നു, ലാസ്റ്റ് ബോൾ വരെ കളിച്ച് ഞങ്ങൾ എന്തായാലും കളി ജയിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു പോയത്. ലാസ്റ്റ് ഓവറിൽ എന്തായാലും ട്രൈ ചെയ്യാം, അങ്ങനെയായിരുന്നു. ഇതിപ്പോ ഏതൻ അപ്പുറത്ത് നിന്ന് ലോങ് ഓണിലേക്ക് ഒരു ഷോട്ട് അടിക്കുന്നു. അവിടെ അപ്പോൾ നമുക്ക് റൺ ഓടേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ജയിപ്പിക്കാം, അല്ലെങ്കിൽ ഏതൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. ഞാനും പറഞ്ഞു, നിനക്ക് കുറച്ചുകൂടെ കൊണ്ട് നിൽക്കുകയല്ലേ, നീ ഒരു 6 അടിച്ച് നിൽക്കുകയല്ലേ, അപ്പോൾ എന്നെക്കാട്ടും കുറച്ചുകൂടെ കോൺഫിഡൻസ് നിനക്കുണ്ടാവും. അപ്പോൾ നീ എന്നെ കൂടുതൽ സ്ട്രൈക്ക് എടുത്ത് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ അഖിലിന്റെ ഒരു യോർക്കർ ബോൾ, അതിനകത്തൊരു സിംഗിൾ അടിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഒരു സമ്മർദ്ദത്തിലാണ് വന്നത്. അപ്പോൾ എന്താണ് മനസ്സിലൂടെ കടന്നുപോയത്? ഇനി നോക്കാനില്ല, ആകെ ഇനി 4 ബോളേ ഉള്ളൂ. അപ്പോൾ അതിലെന്തായാലും 2 ബൗണ്ടറി അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബോൾ വന്നു, കണ്ടു വലിച്ചടിച്ചു, അത്രേ ഉള്ളൂ. കണ്ണു വലിച്ചടിച്ചു. ഷറഫ് ബൗളിംഗ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ബൗളിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിക്കറ്റ് പോകാതെ അവരൊരു കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു ഒരു ബൗളിംഗ് സ്പെല്ല് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ്, പിന്നീട് അങ്ങോട്ട് 4 എണ്ണം ദരിദ്ര അങ്ങ് വീടുകയാണ്. എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രചോദനം? എല്ലാം ഓൾറെഡി ഫ്രഷ് വിക്കറ്റ് ആയിരുന്നു. കുറച്ച് നല്ല ഏരിയാസിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ ബോളേഴ്സിന് ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നല്ല ഫീൽഡ് സെറ്റ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് ബോൾ ചെയ്യുക, വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഇതിനകത്ത് മാണ്ടിയിൽ നിന്നുള്ള ക്ലേ ആണ്. അപ്പോൾ റണ്ണൊഴുകും, ബാറ്റർമാരുടെ പർദീസയാണ്, എന്തൊക്കെയായിരുന്നല്ലേ. ഇതിപ്പോൾ ബൗളർമാരാണ് കളിച്ചത് ഇവിടെ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ മോർണിംഗ് അല്ല, ഉച്ചക്കലത്തെ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിലടിച്ച് കുറച്ച് വിക്കറ്റ് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ വരുംതോറും വിക്കറ്റ് ബെറ്റർ ആവാനാണ് ചാൻസ്. അപ്പം ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ഷറഫിന്റെയും ബിജുവിന്റെയും ഒരു കോമൺ അഭിപ്രായം, അതായത് ബൗളർമാരുടെ വിജയം നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ടീമിന്റെ ഒരു ഘടന എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു വിജയം ബൗളർമാരെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു നല്ലൊരു ടീം വർക്കായിരുന്നു. ടീമായിട്ട് കളിച്ചതുകൊണ്ടാണ് മാച്ച് വിൻ ചെയ്തത്. പിന്നെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബാറ്റ്സ്മാൻ തൊട്ട് നമ്പർ 9 വരെ എല്ലാവരും 30 മിനിറ്റ്സ് നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു 2 സിക്സ് അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനുള്ള കോൺഫിഡൻസ് നമ്മൾ ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോളർമാരെ മാത്രമല്ല ഈ വിജയം, ടീം ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടീമായിട്ട് കളിച്ചതുകൊണ്ടാണ് ജയിച്ചത്. അവസാനമായിട്ട് ഒരു ചാമ്പ്യൻ പ്രകടനം പുറത്തെടുത്തു. കണ്ണും പിടിയും വലിച്ചാൽ അടിച്ചല്ലേ, ആ ചിരിയൊക്കെ മാത്രമല്ലോ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മുമ്പോട്ട് ഇനി ഇതുപോലത്തെ നല്ല നല്ല മാച്ചുകൾ വരണം എന്നാണ്. ഇനിയും കൂടുതൽ അടുത്ത മാച്ച് ഞങ്ങൾക്ക് ജയിക്കണം. അപ്പോൾ അവസാനം ഒറ്റ കാര്യമുണ്ട്. ഇപ്പോൾ വാലറ്റം ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജയിക്കുമോ എന്നുള്ള ആശങ്ക. ഇപ്പോൾ കാലിക്കറ്റ് ജയിച്ചു നടിച്ചു വെച്ച പത്രക്കാരടക്കം ഉണ്ട് കേട്ടോ. അതെ, ഉറപ്പായിട്ടും. അതാണ് ക്രിക്കറ്റ്, ഒറ്റ ബോളിലെ കളി മാറാം. അപ്പോൾ വലിയ ആവേശത്തിലാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ തോൽപ്പിച്ചതിലുള്ള ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സന്തോഷം. ബിജുവും അതുപോലെ തന്നെ ഷറഫും രണ്ടുപേരും ബാറ്റിംഗിലും ബൗളിംഗിലും ഒക്കെ തിളങ്ങിയിട്ടുണ്ട്. ആ സന്തോഷമാണ് മീഡിയ വണ്ണുമായിട്ട് കൊല്ലത്തിന്റെ വിജയശില്പികളായിട്ടുള്ള ബിജുവും ഷറഫും പങ്കുവച്ചത്. സാദിഖ് പാറക്കലിനൊപ്പം കാര്യവട്ടം സ്പോർട്സ് ക്ലബിൽ നിന്ന് ഷിജോ കുര്യൻ, മീഡിയ വൺ.